കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലമാണ് ചടയമംഗലം. ചടയമംഗലം CPIയുടെ ഉറച്ച സീറ്റുകളിലൊന്നുകൂടിയാണ്. പക്ഷേ ഇത്തവണ പ്രവചനാതീതമാണ് മണ്ഡലത്തിലെ കാറ്റ്. 3 മുന്നണികളും വിജയപ്രതീക്ഷയിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ചടയമംഗലം, ചിതറ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, കുമ്മിൾ, നിലമേൽ, വെളിനെല്ലൂർ എന്നിവയും പത്തനാപുരം താലൂക്കിലെ അലയമൺ പഞ്ചായത്തും ചേർന്നതാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലം. 1957 മുതൽ 2021 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ മാത്രമാണ് CPIക്ക് മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ മണ്ഡലം നിലനിർത്താൻ ഇറങ്ങുന്നത് മന്ത്രിയും സിറ്റിംഗ് MLAയുമായ ജെ ചിഞ്ചുറാണിയാണ്. ചുവന്ന മണ്ണ് കൈവിടില്ലെന്ന ഉറപ്പിലാണ് ഇടത് സ്ഥാനാർത്ഥി. എനിക്ക് നല്ല വിശ്വാസമാണ് ചടയമംഗലത്തെ. നല്ല ചുവന്ന മണ്ണാണ് ചടയമംഗലത്തിൻ്റെ മണ്ണ്. എപ്പോഴും ഇടതുപക്ഷത്തിനെ സഹായിക്കുന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് നല്ല ഉറപ്പാണ്. കോൺഗ്രസിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രം വിജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി MM നസീർ ചിഞ്ചുറാണിയോട് ഏറ്റുമുട്ടാൻ വീണ്ടും ഇറങ്ങി. മണ്ഡലത്തിൽ UDF അനുകൂല സാഹചര്യമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി. ചടയമംഗലത്ത് തെരഞ്ഞെടുപ്പ് ചൂടും രൂക്ഷമാണ്, അതുപോലെ അന്തരീക്ഷവും രൂക്ഷമാണ്. പക്ഷേ UDF ഇത് രണ്ടിനെയും അനായാസം വളരെ കൂളായിട്ട് നേരിടുകയാണ്. കോൺഗ്രസിനോട് പിണങ്ങിപ്പിരിഞ്ഞ RS അരുൺരാജ് NDA സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുമ്പോൾ LDF UDF വിരുദ്ധ വോട്ടുകൾ കൂടി അക്കൗണ്ടിലാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. 100% ഉറപ്പാണ്. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥി പിടിച്ചെടുത്തിരിക്കും. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ CPIയിലെ തർക്കങ്ങൾ ലീഗുമായി സീറ്റ് വെച്ച് മാറുന്നതിൽ UDFിലുണ്ടായ അനിശ്ചിതത്വം, കോൺഗ്രസിൽ നിന്നെത്തിയ നേതാവിന്റെ മത്സരം, വോട്ട് ചെയ്യാൻ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കാരണങ്ങൾ പലതുണ്ട്. എന്തായാലും ചടയമംഗലത്തെ ട്വിസ്റ്റ് എന്താകുമെന്ന് കാത്തിരുന്നു കാണണം. സൂര്യഗായത്രി, 24, കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.